ഗൈസ് അപ്പം നമ്മൾ തോട്ടത്തിലേക്ക് എത്തിക്കുകയാണ്. ഇവിടെ കുറേ തോട്ടങ്ങളുണ്ട്. സ്ട്രോബെറി, കാബേജ്, ചെറിയ ഉള്ളി, അങ്ങനെ കുറേ ക്യാരറ്റ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ ഇലകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. അതാ ക്യാരറ്റ്. പിന്നെ അവരിങ്ങനെ തൈ നട്ടിട്ടാണ് അത് വളരണുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വേറെ എന്തൊക്കെ സാധനങ്ങളുണ്ട് നോക്കാം. നമുക്ക് ഇപ്പോഴത്തെ വഴിക്ക് പോവാം. അവിടെ വഴി അത്ര ഇനിയാണ് നമ്മളൊരു തോട്ടത്തിലേക്ക് കിടക്കാൻ പോകുന്നത്. ഗൈസ് അവർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറച്ച് 2-3 പറിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ ആവശ്യമുള്ളത് പറിച്ചോന്നാണ്. നമുക്ക് എന്തായാലും ഇതിൽ കുറേ എണ്ണം പച്ചയാണ്, കുറേ എണ്ണം നല്ല പഴുത്തതുമാണ്. അപ്പം നമുക്ക് എന്തായാലും നോക്കി നോക്കാം. പച്ച ഏതാണ് നമുക്ക് എന്തായാലും സെലക്ട് ചെയ്തെടുക്കാം. ഗൈസ് അവർ നമ്മളേക്ക് പറഞ്ഞ പഴുത്തുണ്ടെങ്കിൽ നിങ്ങൾ പറിച്ചിട്ടുണ്ടോന്നാണ്. നമുക്ക് പഴുത്ത പറഞ്ഞ് പറിക്കാം. ഇതായിട്ട് ഗൈസ് നമ്മൾ സ്ട്രോബെറി കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റിന്. ഞാൻ ആദ്യമായിട്ടാണ് പറിച്ച് വയ്ക്കുന്നത്. സ്ട്രോബെറി കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പറിച്ച് തരില്ല. ഇതിനെ നടക്കുമ്പോൾ തന്നെ സൂക്ഷിച്ച് നടക്കണം കേട്ടോ. വിടാൻ പോണ്ട്. അവിടെ സ്ട്രോബെറി ചിലതിന് കേടുണ്ട്, ചിലതിന് നല്ലതുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഒരു പുളി ഉപ്പ് കഴിക്കുന്നത് സ്ട്രോബെറി. നിങ്ങൾ സ്ട്രോബെറി കഴിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഇത് സീസൺ അല്ലാത്ത കാരണം നമുക്ക് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇനിയും പഴുക്കാനുണ്ട്. പഴുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ ചിലത്. അപ്പം എന്തായാലും ബൈ.